ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാനേജീരിയൽ ബിസിനസ് എക്കണോമിക്സ് ആണ്. ഫസ്റ്റ് സെമസ്റ്റർ 4 ഇയർ UGയുടെ ബിസിനസ് എക്കണോമിക്സ് ആണ് കേട്ടോ. അപ്പോൾ അത് എക്സാമിന് വളരെ 2-3 ദിവസമേ ഉള്ളൂ ഇനി. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫാസ്റ്റായിട്ട് തന്നെ പറഞ്ഞു പോകണം. എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളും കൂടി ഒന്ന് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും പറഞ്ഞു പോകുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ പ്രധാന കണ്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു 5 ഹെഡിങ്ങുകളാണ് വരുന്നത്. ഫസ്റ്റ് ബിസിനസ് എന്താണെന്നുള്ളതും എക്കണോമിക്സും മാർക്കറ്റും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. രണ്ടാമത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഫൗണ്ടേഷൻസ് എന്തൊക്കെയാണ്. മൂന്നാമത്തത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ പലതരത്തിലുണ്ട്, അതിനനുസരിച്ച് എങ്ങനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വരുന്നത്. പിന്നെ ബിസിനസ് ഇൻ ദ മാർക്കറ്റിലെ ബിസിനസ്സിനെ കുറിച്ച്. ലാസ്റ്റ് പ്രാക്ടിക്കൽ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ഒരു 4 ടോപ്പിക്കുകൾ കവർ ചെയ്യണം. നമ്മുടെ മുന്നിൽ 4 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഓരോ ദിവസവും ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ പറഞ്ഞു പോവാം. എക്സാമിനും കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് എക്കണോമിക്സിൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഉള്ള കാര്യങ്ങളെ ഏറ്റവും ചുരുക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മുടെ ചാപ്റ്റർ 1 നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ബിസിനസ്സും എക്കണോമിക്സും മാർക്കറ്റുമാണ്. അത് ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഇവിടെ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് പഠിക്കേണ്ട പോയിന്റിൽ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വാട്ട് ഈസ് ബിസിനസ് എൻവയോൺമെൻറ്റ്? എന്തിനാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും ഗവൺമെൻറ് പരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിൻ്റെ വളർച്ചയും അല്ലെങ്കിൽ അതിനെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ അതിനെ അഫക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ അത് തന്നെയാണ് ഈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേർന്നിരുന്ന ഒരു സിസ്റ്റത്തിനെ തന്നെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സൗകര്യമുള്ളതോ, ഒന്നില്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ്, വാട്ട് ഈസ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഫോഴ്സസ് ദാറ്റ് എക്സ്റ്റേണൽ ടു ദ ബിസിനസ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസിന് പുറത്ത് നിൽക്കുന്ന, അതിനെ മുന്നോട്ട് നയിക്കുന്ന ശക്തി എന്താണോ അല്ലെങ്കിൽ ഫോഴ്സ് എന്താണോ അതിനെ തന്നെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറ്റും? ഇറ്റ് റെഫേഴ്സ് ടു ദോസ് സറൗണ്ടിങ്സ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ്. ബിസിനസ്സിൻ്റെ ചുറ്റുപാടിലുമുള്ള കാര്യങ്ങൾ വിച്ച് അഫക്റ്റ് ഇറ്റ്സ് ഓപ്പറേഷൻ ആൻഡ് ഡിറ്റർമിൻ ഇറ്റ്സ് സക്സസ്. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ബാധിക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ വിജയത്തിനെ നിർണ്ണയിക്കുന്നതുമായിട്ടുള്ള പുറത്തുള്ള ബാഹ്യശക്തികളെ, ഘടകങ്ങൾ എന്തെല്ലാമാണോ അതിനെയൊക്കെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയാം. നിങ്ങൾക്ക് ഡെഫിനേഷൻ പഠിക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് പഠിച്ചു വയ്ക്കുക. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഓൾ കണ്ടീഷൻ. എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ ആ കണ്ടീഷനെല്ലാം ആകത്തുക അല്ലെങ്കിൽ അത് കൂട്ടി വയ്ക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈവൻ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് ദാറ്റ് സറൗണ്ട് ആൻഡ് അഫക്റ്റ് ഇറ്റ്. ഈവൻസുകളായിരിക്കാം, കണ്ടീഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റും അതിനെ ബാധിക്കുന്നതായിട്ടുള്ള കുറേ സ്വാധീനിക്കുന്ന ശക്തികളായിരിക്കാം. ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ക്ലൈമറ്റ് ഇൻ വിച്ച് ദ ബിസിനസ് ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഔട്ട്. ഏത് ക്ലൈമറ്റിലാണോ, ഏത് എൻവയോൺമെൻറ്റിൻ്റെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലൈമറ്റ്, അവിടുത്തെ കാലാവസ്ഥ, അതായത് വെയിൽ, മഴ, ചൂട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പം അതിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള അന്നത്തെ പരിതസ്ഥിതിയാണ് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ടിങ്സ്, ബിസിനസ് എവിടെയാണോ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ചുറ്റുപാടിലുമുള്ള പല ഫാക്ടേഴ്സ് ചേരുമ്പോഴാണ് അത് ബിസിനസ് എൻവയോൺമെൻ്റ് ആയി തീരുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിക്കേണ്ട ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇനി എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ നേച്ചർ എന്നുള്ളത് നമുക്ക് നോക്കാം. എപ്പോഴും ബിസിനസ്സിന് പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഡൈനാമിക് ആണ്. ഡൈനാമിക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നമുക്കറിയാം ടെക്നോളജി വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ടെക്നോളജി. കസ്റ്റമറുടെ പ്രിഫറൻസുകൾ, അവരൊരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കൂട്ടും, അതിനേക്കാൾ ബെറ്റർ ഒന്ന് കിട്ടിയാൽ തീർച്ചയായിട്ടും അത് അവർ പ്രിഫർ ചെയ്യും. അപ്പോൾ അതൊക്കെ എന്താണ്, ഒന്നിനും സ്ഥിരത ഇല്ല, അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സാമ്പത്തിക അവസ്ഥകൾ ചിലപ്പോൾ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകും, ചിലപ്പോൾ ഏറ്റവും വേഴ്സ്റ്റായിട്ട് അഫക്റ്റ് ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ റൂളുകൾ, ഇതെല്ലാം കാലഘട്ടത്തിനനുസൃതമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ എപ്പോഴും ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരത ഇല്ലാത്ത ഒന്നാണ്. ദാറ്റ് ഈസ് ഡൈനാമിക് ആണത്. കോംപ്ലെക്സ് ആണ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ്. ഒരു ഇന്ന ഫാക്ടറാണ് അതിനെ എഫക്റ്റ് ചെയ്തതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ അതിന് ഒരു കോംപ്ലെക്സ് ഫാക്ടറാണെന്ന് പറയുന്നത്. അൺപ്രഡിക്റ്റബിൾ ആണ്.
നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അടുത്ത വർഷം ഞാൻ ഈ ബിസിനസ്സിൽ ഇത്ര ലക്ഷം രൂപ ഉണ്ടാക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് പല പ്രകൃതി ദുരന്തങ്ങൾ പോലും ഉണ്ടാവുന്നത്, പല പൊളിറ്റിക്കൽ ചേഞ്ചസ് വരുന്നത്, എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഷിഫ്റ്റുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരിക്കലും ഇതെന്തല്ല, ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് ഇങ്ങനെ ആവുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്, ഗ്ലോബൽ ആണ്. ബിസിനസ് ആർ നോട്ട് ലിമിറ്റഡ് ടു ദെയർ ഓൺ കൺട്രി. ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കച്ചവടം തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഷോപ്പ് തുടങ്ങുന്നു പറയുമ്പം അത് എൻ്റെ ആ ഒരു ചുറ്റുവട്ടത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല, അത് മൊത്തം വേൾഡിലേക്ക് അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് അഞ്ചാമത്തേൽ വളരെ കോമ്പറ്റീറ്റീവ് ആണ്. കാരണം നമ്മളുടെ പോലെ ബിസിനസ് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകൾ, കോമ്പറ്റീറ്റേഴ്സ് ഉള്ള എൻവയോൺമെൻറ്റ് ആണ്. പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അതിന് പ്രത്യേകിച്ച് നിയമവശങ്ങൾ ഉണ്ടായിരിക്കും, അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന റൂൾസും ലോസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടായിരിക്കാം, ടാക്സുമായി ബന്ധപ്പെട്ട് വരുന്നത്, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട്, എൻവയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഒത്തിരി ലോ ഇതുമായിട്ട് അഫക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്, നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്ത് തന്നെ ആയിക്കോട്ടെ അതിനൊരു മൂല്യമുണ്ടാവുക, അതിനൊരു വിശ്വാസം ഉണ്ടാവുക, സോഷ്യൽ നോംസ് ഓഫ് ദ കമ്മ്യൂണിറ്റി, എവിടെ അത് വർക്ക് ചെയ്യുന്നോ ആ ഒരു കമ്മ്യൂണിറ്റിയോടുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടായിരിക്കുക, ഇതെല്ലാം ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ടെക്നോളജിക്കൽ വരുന്ന അഡ്വാൻസസ് എന്തൊക്കെയാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറുന്ന ടെക്നോളജി, പുതിയ ടെക്നോളജി വരുന്തോറും നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു, പുതിയ ഇന്നോവേഷൻ വരുന്നു, എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നു, മോർ കസ്റ്റമേഴ്സിലേക്ക് അത് എത്തിപ്പെടുന്നു എന്നൊക്കെ ടെക്നോളജിക്കൽ അഡ്വാൻസിൻ്റെ ഭാഗമാണ്. ആൻഡ് ലാസ്റ്റ് എക്കണോമിക് ഫാക്ടേഴ്സ്, ഓവറോൾ എക്കണോമിക് കണ്ടീഷൻസ്, അതായത് പണപ്പെരുപ്പമായാലും തൊഴിൽ സാധ്യത ഇല്ലായ്മ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം എക്കണോമിക് ഫാക്ടേഴ്സും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് നേച്ചർ എന്ന് പറയുന്നത്. ഡൈനാമിക് ആണ്, കോംപ്ലക്സ് ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്, ഗ്ലോബൽ ആണ്, കോമ്പറ്റേറ്റീവ്, ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫാക്ടേഴ്സ് ആൻഡ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ അഡ്വാൻസുകൾ, എക്കണോമിക് ഫാക്ടേഴ്സ്. നമുക്ക് ഏകദേശം ഒന്ന് ചിന്തിച്ചാൽ തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റുകൾ തന്നെയാണ്. എന്താണ് അപ്പോൾ ഈ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടതുണ്ടോ? അതിൻ്റെ ആവശ്യം എന്താണ്? കാരണം നമ്മുടെ ബിസിനസ്സിൻ്റെ എന്തൊരു കാര്യങ്ങളെ പ്ലാൻ ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും ഇതെല്ലാം അതിൽ സ്വാധീനം ചെലുത്തുന്നത് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കണമെങ്കിലും നല്ല നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണമെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള അറിവുകളാണ്. ആൻഡ് ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇനിയും നമ്മുടെ ബിസിനസ് എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് സാധ്യതകൾ എവിടെ ഉണ്ട് എന്നെല്ലാം കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ബിസിനസ് സ്റ്റേ കോമ്പറ്റീറ്റീവ്, എപ്പോഴും ഓരോ നിമിഷവും എന്താണ് ബിസിനസ് മറ്റുള്ള ബിസിനസ്സുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒപ്പം എത്തി നിൽക്കാൻ നമ്മൾ വല്ലാണ്ട് കഷ്ടപ്പെടും. അപ്പോൾ അതിനനുസരിച്ച് അതിനെ ഒപ്പത്തിനൊപ്പം നിർത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ബിസിനസ് എൻവയോൺമെൻ്റ് ആണ്. എന്നും അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അഡാപ്റ്റ് ചേഞ്ച്, എന്ത് പുതിയ മാറ്റം വന്നാലും നമ്മൾ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളണം, നമ്മുടെ രീതികളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം, ആ ചേഞ്ചസിന് അഡാപ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് മിനിമൈസസ് റിസ്ക്, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റിസ്ക് ആണ്. കാരണം പെട്ടെന്ന് പെട്ടെന്ന് നിയമം മാറുന്നു, എക്കണോമിക് കണ്ടീഷൻ മാറുന്നു, കോമ്പറ്റീറ്റേഴ്സ് വരുന്നു. അപ്പോൾ എപ്പോഴും റിസ്ക് ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ റിസ്കിനെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമുക്കൊരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പകരം അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ നോക്കാനുള്ളൂ. ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഏതൊരു ബിസിനസ്സിൻ്റെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ആരിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. അവരുടെ സാറ്റിസ്ഫൈ ചെയ്യുക, അത് നമുക്ക് കൊടുക്കുന്ന സാധനങ്ങളായാലും സേവനങ്ങളായാലും അവർക്ക് നല്ല ബെറ്റർ പ്രോഡക്റ്റും സർവീസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിലൂടെ മാത്രമേ ബിസിനസ് മുന്നോട്ട് പോവുള്ളൂ. ഇൻഫോം മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് എങ്ങനെ വേണം, എങ്ങനെ അഡ്വർടൈസ് ചെയ്യണം, എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന കാര്യങ്ങളെക്കുറിച്ച് ഇൻഫർമേഷൻ അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. എൻകറേജസ് ഇന്നോവേഷൻ, എത്ര പുതിയ തരത്തിലുള്ള ടെക്നോളജി വന്നാലും നമ്മുടെ പ്രൊഡക്റ്റോ സർവീസിലോ പുതുമകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ എന്നും സുസ്ഥിരമായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് നേടിത്തരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതും ഇത്തരത്തിലുള്ള എൻവയോൺമെൻറ്റുകളാണ്. സോ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അത്രയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 9 പോയിൻ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കേണ്ടത് വാട്ട് ഈസ് ബിസിനസ് എൻവയോൺമെൻറ്റ്, അതിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും, അതിൻ്റെ പ്രാധാന്യം എന്താണ്.
അത്രയേ ഉള്ളൂ നമ്മുടെ ഒരൊറ്റ ടോപ്പിക്ക് ബിസിനസ് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരൊറ്റ ടോപ്പിക് കൂടി ഇവിടെ നോക്കാം, എന്താണ് ബിസിനസ് എക്കണോമിക്സ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, ഒന്നില്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് ചോദിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാനേജറൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് അത് രണ്ടും ഒരേപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഈ മാനേജറൽ എക്കണോമിക്സ് എന്ന ഒരു പദം, ആ ഒരു വാക്ക് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജൂൾ ഡീൻ ആണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെയാണ് മാനേജറൽ എക്കണോമിക്സിന്റെ ഫാദർ എന്ന് നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം എന്താണ് മാനേജറൽ എക്കണോമിക്സ്, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ തീർച്ചയായും ഇത് എഴുതിക്കോളാം കേട്ടോ. മാനേജറൽ എക്കണോമിക്സ് ഈസ് ദ യൂസ് ഓഫ് എക്കണോമിക് അനാലിസിസ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്. ബിസിനസ്സിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ സാമ്പത്തികമായിട്ട് അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയാം. അതിനെ യൂസ് ചെയ്യണം, മാനേജ് ചെയ്യാൻ വേണ്ടി എക്കണോമിക്സിനെ മാനേജ് ചെയ്യണം. എക്കണോമിക് അനാലിസിസ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസി. ബിസിനസ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ അനാലിസിസ് നടത്തുക, ഇതിനാണ് മാനേജറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിക്കുക മാനേജറൽ എക്കണോമിക്സ് എന്ന് ചോദിച്ചാലും അതിനെ അറിയപ്പെടുന്നത് തന്നെ ബിസിനസ് എക്കണോമിക്സ് ആണ്. അപ്പോൾ ഇത് രണ്ടാണെങ്കിലും ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി ആൻഡ് അനലിറ്റിക്കൽ ടൂൾസ് ഇൻ മാനേജീരിയൽ ഡെസിഷൻ മേക്കിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബിസിനസ് എക്കണോമിക്സ് പറഞ്ഞാൽ എക്കണോമിക്സിൻ്റെ തത്വങ്ങളെ നമ്മൾ അനലിറ്റിക്കൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മാനേജീരിയൽ ഡെസിഷൻ മേക്കിങ്ങിൽ യൂസ് ചെയ്യുമ്പോഴാണ് അത് ബിസിനസ് എക്കണോമിക്സ് ആവുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യം നോക്കും, അലോക്കേഷൻ ഓഫ് സ്കെയേഴ്സ് റിസോഴ്സസ് അവൈലബിൾ ടു എ ഫേം. ഒരു ഫേമിന് എന്തൊക്കെ തരത്തിലുള്ള റിസോഴ്സുകൾ അവൈലബിൾ ആണോ, ഏതൊക്കെ തരത്തിലുള്ള റിസോഴ്സുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണോ, അതിനെയൊക്കെ കൃത്യമായിട്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, ലൈക്ക് എമംഗ് വേരിയസ് ബിസിനസ് ആക്ടിവിറ്റീസിൽ എങ്ങനെ കൊണ്ടുവരണം, എൻ്റെ പ്രൊഡക്ഷനിലും മാർക്കറ്റിങ്ങിലും ഒക്കെ എങ്ങനെയാണ് അതിന് അലോക്കേഷൻ നടത്തേണ്ടത് എന്ന് തന്നെയാണ് ഈ ഒരു ബിസിനസ് എക്കണോമിക്സിൽ അല്ലെങ്കിൽ മാനേജീരിയൽ, അതായത് മാനേജ് ചെയ്യണം എക്കണോമിക്സിൽ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഡെഫിനേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നത് വെച്ചാൽ അത് പഠിക്കാം. സ്പെൻസർ ആൻഡ് സീഗൽമാൻ്റെ ഒരു ഡെഫിനേഷൻ കൂടി പറയുന്നുണ്ട്. മാനേജറൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ്. നമ്മളൊരു ബിസിനസ് നടത്തി കൊണ്ടുപോകുമ്പോൾ അതിനോടൊപ്പം നമ്മൾ പഠിച്ച എക്കണോമിക്സ് തിയറി കൂടി ഉൾപ്പെടുത്തുന്നതാണ് മാനേജറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്തിനു വേണ്ടി ആ തിയറിനെ ഉൾപ്പെടുത്തുന്നത്, ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ് ബൈ മാനേജ്മെൻറ്റിന് മുന്നേ കൂട്ടി തന്നെ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ വേണ്ടി സഹായിക്കുന്നത് ഈ ഒരു ബിസിനസ്സിൻ്റെ നടത്തിപ്പിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മാനേജറൽ എക്കണോമിക്സ് തിയറിയുടെ ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് നോട്ട് ചെയ്യേണ്ടത് അടുത്ത പോയിൻ്റാണ്. തീർച്ചയായിട്ടും മാനേജറൽ എക്കണോമിക്സിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത്. മാനേജറൽ എക്കണോമിക്സിൻ്റെ നേച്ചർ പറഞ്ഞാൽ അവിടെ മൈക്രോ എക്കണോമിക് എന്നാണ് പറയുന്നത്. മാനേജറൽ എക്കണോമിക്സ് എപ്പോഴും മൈക്രോ എക്കണോമിക് ക്യാരക്ടറാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതെപ്പോഴും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ബിസിനസ് യൂണിറ്റിനെ കുറിച്ച് മാത്രമാണ് അവിടെ സ്റ്റഡി ചെയ്യുന്നത്. മൈക്രോ എന്ന് പറയുമ്പോൾ എന്താ, വളരെ ചെറുതായിട്ട്. ഇപ്പം ഞാനൊരു സ്ഥാപനം നടത്തുമ്പം എൻ്റെ ചുറ്റുവട്ടോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെക്കുറിച്ച് മാത്രം സ്റ്റഡി ചെയ്യുന്നതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. അതൊരു നോർമാറ്റീവ് സയൻസ് ആണെന്ന് പറയുന്നുണ്ട്. നോർമാറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് സീക്ക് വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ്. കാരണം അത് കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കണം, എവിടെയാണ് അതിൻ്റെ ശരി, എവിടെയാണ് എൻ്റെ തെറ്റ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് മാനേജ്മെൻറ്റ് ഷുഡ് ഡു അണ്ടർ പെർട്ടിക്കുലർ സർക്കംസ്റ്റൻസസ്. എങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ മാനേജ്മെൻറ്റ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ അവരുടെ കൺസേൺ എങ്ങനെയാണെന്ന് അറിയാം. അതേപോലെ തന്നെ ഒരു എൻ്റർപ്രൈസിൻ്റെ ഗോൾ എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യുക. അതിലൂടെ അവർ ആ ഒരു നയം ഡെവലപ്പ് ചെയ്ത് അവരുടെ ഡെവലപ്പ് ചെയ്യുന്നു, എന്നിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടൊരു നോർമാറ്റീവ് സയൻസാണ്. അപ്പോൾ നോർമാറ്റീവ് സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയും തെറ്റും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് ആണ്, നോർമാറ്റീവ് സയൻസ് ആണ്, പ്രാഗ്മാറ്റിക് ആണ്. പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് കോൺസെൻട്രേറ്റ് ഓൺ മേക്കിംഗ് എക്കണോമിക് തിയറി മോർ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ്. നമ്മൾ പഠിക്കുന്ന ഓരോ സിദ്ധാന്തങ്ങളെയും കൃത്യമായിട്ട് എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിന് ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാണുമ്പോഴാണ് അതിനെ, അതായത് പ്രാക്ടിക്കലി കൊണ്ടുവരികയാണ്. അതിനെയാണ് പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നത്. എപ്പോഴും മാനേജറിയൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അവരുടെ ഡേ ടു ഡേ ഫംഗ്ഷനിങ്ങിൽ. ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒത്തിരി പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഓരോ പ്രശ്നങ്ങളെയും എത്രത്തോളം പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റും, അതിനെ പ്രാക്ടിക്കലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രിസ്ക്രിപ്റ്റീവ് ആണ്, കാരണം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനുള്ള കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഇതിന് സാധിക്കുന്നു. അതിനെ വിവരിക്കുന്നതിനേക്കാൾ ഉപരി അതിന് ഒരു പ്രിസ്ക്രിപ്ഷനാണ്, ഒരു മരുന്ന് നിർദ്ദേശിക്കുന്ന പോലെ, ഡോക്ടർ ഒരു മരുന്ന് നിർദ്ദേശിക്കുന്ന പോലെ അത് പല ബിസിനസ് പ്രോബ്ലമിങ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഇനി മൈക്രോ എക്കണോമിക്സ് പോലെ തന്നെ ഇവിടെ മാക്രോ എക്കണോമിക്സിലും അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം മാക്രോ എക്കണോമിക്കിൽ എപ്പോഴും എന്താണ്, ഇൻ്റലിജൻറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ കൃത്യമായി വളരെ ബുദ്ധിപൂർവ്വം നമ്മുടെ ചുറ്റിലുള്ള എൻവയോൺമെൻറ്റിനെ സ്റ്റഡി ചെയ്യണം.
നമ്മുടെ ബിസിനസ് എവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ, അതിൽ ചുറ്റും നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി അതിലൂടെ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ വേറൊരു നേച്ചർ എന്ന് പറയുന്നത്. യൂസസ് തിയറി ഓഫ് എ ഫോം. മാനേജറൽ എക്കണോമിക്സ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ബോഡി ഓഫ് എക്കണോമിക് കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ടുവേർഡ്സ് സോൾവിങ് ദ ബിസിനസ് പ്രോബ്ലംസ്. ഒരു ബിസിനസ്സിന് പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോബ്ലംസിനെ എങ്ങനെ മാനേജീരിയൽ കൺസെപ്റ്റും പ്രിൻസിപ്പിൾസും ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എപ്പോഴും ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെപ്പോഴും മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. കാരണം മാനേജറൽ എക്കണോമിക്സിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെയാണ് മാനേജ്മെൻറ്റിനെ നല്ല രീതിയിൽ ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുക. അതേപോലെ അവർക്ക് ഭാവിയിലേക്കുള്ള പുതിയ പോളിസികളും പ്ലാനുകളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇതെപ്പോഴും മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണെന്ന് പറയാം. മൾട്ടി ഡിസിപ്ലിനറി ആണ്. കാരണം മാനേജറൽ എക്കണോമിക്സിൽ ഒരുപാട് മോഡേൺ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പം നമ്മൾ കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ഇതിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എക്കണോമിക്സ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. കാരണം ഇത് മൾട്ടി ഡിസിപ്ലിനറിയാണ്. നമ്മുടെ ഈ എക്കണോമിക്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിലുണ്ട്, ഓപ്പറേഷൻ റിസർച്ചിലുണ്ട്. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഫോർവേഡ് പ്ലാനിങ്, മുൻകൂട്ടി തീരുമാനം എടുക്കാനും, അക്കൗണ്ടിങ്ങിലും ഫിനാൻസിങ്ങിലും പ്രിൻസിപ്പിൾസും മാർക്കറ്റിങ്ങിലും പ്രൊഡക്ഷനിലും പേഴ്സണൽ കാര്യങ്ങളിലും അതേപോലെ തന്നെ എല്ലാറ്റിലും ഇത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇത് ഒരൊറ്റ ഡിസിപ്ലിനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇത് മൾട്ടി ഡിസിപ്ലിനറി ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇത് നല്ലൊരു ആർട്ടും സയൻസും കൂടിയാണ്. കാരണം ഒരു സയൻസ് എന്ന് പറയുമ്പം അതെപ്പോഴും ഒരു കാര്യം സംഭവിക്കുന്നതിൻ്റെ കോസും ഇഫക്റ്റും, ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും അതിൻ്റെ റിസൾട്ടും എന്താണെന്ന് ഉള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കും സയൻസ് എപ്പോഴും. അതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, ഫാക്റ്റുകളെ ചില പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെല്ലാം അത് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഒരു സയൻസാന്ന് പറയാം, മാനേജറൽ എക്കണോമിക്സ് ഒരു സയൻസാന്ന് പറയാം. അതുപോലെ തന്നെ ആർട്ടുമായിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നല്ലൊരു കലയാണ്. ഒരു ഫേമിൽ ഉണ്ടാവുന്ന എന്തോരം പ്രോബ്ലങ്ങളെ നമുക്ക് നല്ല രീതിയിൽ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നതിൽ വലിയൊരു സ്ഥാനം മാനേജീരിയൽ എക്കണോമിക്സിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ച ബിസിനസ് എൻവയോൺമെൻറ്റ്, നേച്ചർ, ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചത് മാനേജീരിയൽ എക്കണോമിക്സ് എന്താണെന്ന് പഠിച്ചോളൂ, അതിൻ്റെ നേച്ചർ പഠിച്ചോളൂ. ഈ മാനേജറൽ എക്കണോമിക്സിൻ്റെ പ്രാധാന്യം കൂടി ഒന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യം? ഓൾമോസ്റ്റ് നമ്മൾ പറയുന്ന കുറേ പോയിന്റുകൾ സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്നും ഓർത്തോർത്ത് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളൊന്ന് വൈഡായിട്ടൊന്ന് ചിന്തിക്കുക. അതിൽ കുറേ കാര്യങ്ങളൊന്ന് നമ്മുടേതാക്കിയിട്ട് മനസ്സിലാക്കിയെടുക്കുക. ആ പോയിന്റുകളെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക. കാരണം മാനേജീരിയൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ടൂളാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് നമ്മുടെ മാനേജറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ ഓർത്ത് വെച്ചുകൂടെ മാനേജറൽ ഡിസിഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൂളാണ്. നമ്മുടെ ബിസിനസ് മാനേജ്മെൻറ്റിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനെയും ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പറഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സഹായിക്കുന്നു. എക്കണോമിക് വേരിയബിൾസിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഫോർകാസ്റ്റ് ചെയ്യാൻ ഡിമാൻഡ്, ഭാവിയിൽ എങ്ങനെ ഡിമാൻഡ് ഉണ്ടാവും, എങ്ങനെ പ്രോഫിറ്റ് പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ടൂളാണിത്. നല്ല രീതിയിൽ ബിസിനസ്സിൻ്റെ പോളിസികളെ ഫോർമുലേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, കോസ്റ്റ്, പ്രൈസ്, പ്രോഫിറ്റ്. നിങ്ങൾ ഈ എക്കണോമിക്സ് എന്തായാലും ഫുൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ എക്കണോമിക്സിൽ എന്തൊക്കെ വരും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. കാരണം അവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, പ്രൊഡക്ഷൻ ബേസ്ഡ് ആയ കാര്യം. അപ്പോൾ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും, അത് ഉണ്ടാക്കിയെടുക്കാനുള്ള കോസ്റ്റ് ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ എത്ര പ്രൈസിങ് ചെയ്യണം എന്നുള്ളത് അറിയണം. അതിലൂടെ നമുക്ക് ഇത് പ്രോഫിറ്റ് കിട്ടും. അപ്പം CVP എന്ന് പറയുക, കോസ്റ്റ്, ഔട്ട്പുട്ട്, അതേപോലെ തന്നെ പ്രൈസ്, പ്രോഫിറ്റ്. ഇതിൻ്റെയൊക്കെ ഓപ്റ്റിമം ക്വാണ്ടിറ്റി എത്രയാണ് വേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇറ്റ് ഓഫേഴ്സ് വൈഡ് റേഞ്ച് ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ്. ഇതിലൂടെ നമുക്ക് ഒത്തിരി ബിസിനസ് സ്ട്രാറ്റജികൾ, നയങ്ങൾ നമുക്ക് കിട്ടുന്നു. എന്തിനാണ് ഈ സ്ട്രാറ്റജീസ് വരുന്നത്? ഈ സ്ട്രാറ്റജിയിലൂടെയാണ് മാനേജേഴ്സിന് അവരുടെ ബിസിനസ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ബിസിനസ് പോളിസി. ഏതൊരു ബിസിനസ് നടത്തുന്ന ആളും പുതിയ നയങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മാനേജറൽ എക്കണോമിക്സ് ആണ്. എല്ലാ പോളിസികളും ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ഈ മാനേജറൽ എക്കണോമിക്സിലുള്ള ടൂൾസും ടെക്നിക്സിൻ്റെയും ബേസിസിലാണ് അവർ പുതിയ പുതിയ നയങ്ങൾ കൊണ്ടുവരുന്നത്. ഇറ്റ് അസിസ്റ്റ് ദ മാനേജ്മെൻറ്റ് ടു ഐഡൻറ്റിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ അകത്തും പുറത്തും ഉണ്ടാവും. അപ്പോൾ ആ ഘടകങ്ങൾ രണ്ടിനെയും, അതായത് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും എല്ലാം മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നത്, സഹായിക്കുന്ന ആരാണ്? ഈ മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പോർഷനിൽ നിന്ന് പഠിച്ചേ മതിയാവുള്ളൂ. കാരണം
ഇതിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഈ ഒരു പോർഷനിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ചാപ്റ്റർ ഫസ്റ്റ് ആണെന്നുള്ളതും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും ഈ കാര്യം ബിസിനസ് എൻവയോൺമെൻറ്റും അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ മാനേജറൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനോ അവിടെ ഷുവറായിട്ടും ഉണ്ടാവും. കാരണം നിങ്ങളുടെ സബ്ജക്റ്റേ അതാണല്ലോ, ബിസിനസ് എക്കണോമിക്സ് അല്ലേ. അപ്പോൾ എന്തായാലും അതിന്നൊരു ക്വസ്റ്റ്യൻ അവിടെ പ്രതീക്ഷിക്കാം. അപ്പം ഞാൻ വളരെ സ്പീഡിൽ എടുത്ത് പോകുന്നുണ്ട്. നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുക. മാക്സിമം നിങ്ങളുടെ എക്സാമിൻ്റെ തലേദിവസം രാത്രി ആകുമ്പോഴേക്കും ഫുൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും കോപ്പറേറ്റ് ചെയ്യുക. ഓക്കെ. ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരിക്കുകയും ബിസിനസ് എക്കണോമിക്സ് ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് കുറേ പേരോട് ഞാൻ റിപ്ലൈ കൊടുത്തതും ശ്രമിക്കാം എന്നുള്ളത് തന്നെയായിരുന്നു. ആ ഒരു ശ്രമമായിട്ട് ഇതിനെ കണക്കാക്കുക. എന്തായാലും ഞാൻ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അടുത്ത ടോപ്പിക് ഇടാം. ഓക്കെ.